KFC വായ്പാ ക്രമക്കേട് കേസിൽ PV അൻവറിനെ ഇഡി ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 12 മണിക്കൂറാണ് ഇഡി അൻവറിനെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാതെ അൻവർ മടങ്ങി. നിതിൻ സേവ്യർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നിതിൻ, നേരത്തെ ഈ കേസിൽ 2 തവണ അൻവറിനെ ഇഡി നോട്ടീസ് അയച്ചിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി. പക്ഷേ അൻവർ ഒഴിഞ്ഞു. ഇത് 3-ാം തവണ. ഇന്ന് രാവിലെ അദ്ദേഹം ചോദ്യം ചെയ്യലിനായി ഹാജരായി. 12 മണിക്കൂർ പിന്നിട്ടു ഈ ചോദ്യം ചെയ്യൽ. എത്രത്തോളം നിർണായകമായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ? എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം? തീർച്ചയായും ചെയ്യുന്നത് രാവിലെ 10 മണിക്കാണ് PV അൻവർ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ആദ്യം PV അൻവറിനോട് ഇഡി ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഹാജരാകാനാകില്ല എന്നായിരുന്നു PV അൻവർ പറഞ്ഞത്. പിന്നീട് ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് PV അൻവറിന് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഇന്നലെയും ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ഇഡി വ്യക്തമാക്കിയതോടെയാണ് ഇന്ന് രാവിലെ 10 മണിയോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ ഈ ചോദ്യം ചെയ്യലിന് ഹാജരായത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ ലോൺ എടുത്ത് വായ്പയെടുത്തുമായി ബന്ധപ്പെട്ട ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരം കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ഒപ്പം തന്നെ ഈ ആസ്തി 2016 മുതൽ 2021 വരെ MLA ആയിരുന്ന കാലഘട്ടത്തിൽ 50 കോടിയിലധികം രൂപയുടെ വർധനവ് ഇദ്ദേഹത്തിന്റെ PV അൻവറിന്റെ സ്വത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ സോഴ്സ് കാണിക്കാൻ ആയിട്ടില്ല. ഒപ്പം തന്നെ PV അൻവറിന്റെ ബിനാമി സോഴ്സുകൾ, അത് PV അൻവറിന്റെ ബിനാമി പേരുകളിലുള്ള സ്വത്തുക്കൾ, അത് PV അൻവറിന്റെ തന്നെയാണെന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ചിലത് PV അൻവർ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോട് സമ്മതിച്ചിട്ടുമുണ്ട്. 2015 ഇത്തരത്തിൽ 12 കോടിയോളം രൂപ ഒരേ ഈട് വെച്ച്, പ്രധാനമായും ഇഡി അന്വേഷിക്കുന്നത് ഒരേ ഈട് വെച്ച് നിരവധി വായ്പകൾ എടുത്തു എന്നതാണ്. അതായത് 12 കോടി രൂപയാണ് 2 സ്ഥാപനങ്ങളിലേക്കായി അല്ലെങ്കിൽ 2 ആവശ്യങ്ങൾക്കായി എടുത്തിട്ടുള്ളത്. തുടക്കത്തിൽ 2015 മലങ്കുളം കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയുടെ പേരിൽ 7.5 കോടി രൂപയുടെ വായ്പ എടുക്കുന്നു. അത് അൻവറിന്റെ ബന്ധുവിന്റെയും ഡ്രൈവറിന്റെയും പേരിലാണ് ഈ കമ്പനി ഉള്ളത്. പക്ഷേ പിന്നീട് ഇഡി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇത് തന്റെ തന്നെ കമ്പനിയാണ് എന്ന് PV അൻവർ ഇഡിയോട് സമ്മതിച്ചിട്ടുണ്ട്. പിന്നീട് മാസങ്ങൾക്ക് ശേഷം അതേ വസ്തു തന്നെ ഈടായി നൽകി PVR ഡെവലപ്പേഴ്സ് എന്ന സ്വന്തം കമ്പനിയിലേക്ക് 3 കോടിയുടെയും 1.5 കോടിയുടെയും രൂപയുടെ 2 വായ്പകൾ കൂടി PV അൻവർ ഇത്തരത്തിൽ എടുത്തിരുന്നു. ഇതിങ്ങനെ ഒരേ വസ്തുവിൽ തന്നെ പലതവണ വായ്പകൾ അനുവദിച്ചതോടെ KFCക്ക് വലിയ നഷ്ടം, പ്രത്യേകിച്ച് 12 കോടി രൂപയോളമാണ് നിലവിൽ വായ്പ എടുത്തിട്ടുള്ളത്. പക്ഷേ പിഴയും പലിശയുമായി 22 കോടിയിലധികം രൂപ ആയിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഒപ്പം തന്നെ വായ്പയായി ലഭിച്ച തുക PVR മെട്രോ വില്ലേജ് എന്ന ടൗൺഷിപ്പ് പദ്ധതിക്കായി ഉപയോഗിച്ചു എന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ KFCയിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇത്തരത്തിൽ ഈ ക്രമക്കേടുകൾ നടത്തിയതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ബന്ധുക്കളുടെയും ഡ്രൈവറിന്റെയും പേരിലുള്ള ബിനാമി സ്വത്തുക്കൾ അത് PV അൻവറിന്റെ തന്നെയാണ് എന്നാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഈ കോടികളുടെ ആസ്തിയുടെ വർധന MLA ആയിരുന്ന കാലഘട്ടത്തിൽ 14 കോടി രൂപയായിരുന്നു 2016 PV അൻവറിന്റെ ആസ്തി. പക്ഷേ 2021 അത് 66 കോടിയോളം രൂപയായി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അപ്പോൾ വലിയൊരു വർധനവ്, ഈ 50 കോടിയിലധികം രൂപയുടെ വർധനവ് ഈ PV അൻവറിന്റെ ആസ്തിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന്റെ സോഴ്സ് കാണിക്കാൻ PV അൻവറിനാകുന്നില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഏതായാലും 12 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ നിരവധി ചോദ്യശരങ്ങൾ PV അൻവർ ഏതായാലും നേരിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ഏത് തരത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. അല്പസമയം മുൻപാണ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ നിന്നും അദ്ദേഹം മടങ്ങിയത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് PV അൻവറിനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുമെന്നാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഈ കള്ളപ്പണത്തിന്റെ അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകളുടെ സ്രോതസ് അടക്കം കാണിക്കാനുള്ള ഒരു പ്രശ്നം, അതല്ലെങ്കിൽ അത് കാണിക്കാൻ അൻവറിന് സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരേ വസ്തു തന്നെ ഈടുവെച്ച് കൃത്രിമം നടത്തി വായ്പ എടുത്തു എന്നുള്ള കേസിലാണ് ഇപ്പോൾ PV അൻവറിനെ 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇഡി വിട്ടയച്ചത്. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് റിപ്പോർട്ട്.